നീ കളിച്ച് കളിച്ച് നിക്ക്. കളിക്കല്ല പൂട്ടണ്ടേ ഇത്. 3 സിഗ്നൽ ഒരു ബ്ലോക്കും കഴിഞ്ഞ് എത്തുമ്പോഴേക്കും പഞ്ചിങ് ടൈം കഴിയും. പോവാ. നിന്നെ ഓഫീസിൽ ഇട്ടിട്ടാണ് എനിക്ക് പോവാൻ. ഇത് നമ്മുടെ വകയിലൊരു അമ്മാവനാണ്. പക്ഷെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. അവിടെയാണ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ. ഓ അതല്ലേ ഞാൻ രാവിലെ ഇങ്ങനെ പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. തിരക്കിലാണ്. രണ്ടാളെയും കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പോ ഞാൻ വന്ന കാര്യം എന്താ അറിയോ? അല്ല കല്യാണല്ലേ എങ്ങനെയുണ്ട്? അതിപ്പോ കല്യാണത്തിന് 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തുമല്ലോ. അത് പിന്നെ എനിക്കറിയാലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അതാണ് ഈ ബന്ധം. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വരണം എന്ന് എനിക്ക് എന്റെ ഒരു മോഹം. ഡേറ്റ് ഏതാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങോട്ട് എത്തിക്കോളാലോ. അമ്മാവനെ ഇതുവരെ നടത്തുന്നത് വരെ നിനക്ക് വിഷമമുള്ള കാര്യാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്റെ ഉത്തരവാദിത്തം കടമ അത് ഞാൻ ചെയ്യണ്ടേ? അല്ലാതെ വേണ്ടേ? വേണം. അതിപ്പോ വേണ്ടോ? നിങ്ങളുടെ മുഖത്തേക്ക് നോക്ക്. നീ എവിടെയും ചോദിക്കണ്ട, ഭാസ്കരനാ നിൽക്കണത്. ഭാസ്കരനാത്. ഞങ്ങള് ഓഫീസിലേക്ക് പോലെ ഒരു തിരക്കിലാണ്. അറിയാലോ. ഞാൻ അങ്ങോട്ട് വരാ, കാര്യം അങ്ങോട്ട് പറയാ. പിന്നെന്താ കല്യാണം പറയാന്ന് പറഞ്ഞാ അത് അതിന്റെ ചിട്ടവട്ടത്തോടുകൂടെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോ മാത്രമേ അമ്മാമിന് ചെറിയൊരു ബുദ്ധിമുട്ട് മുട്ടുകാലില്. കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇരിക്കണ. അത് അന്യ വീടൊന്നല്ല, അത് ഇവിടെ ഇരിക്കും. ഭാസ്കരന്റെ വീടാ. എന്താ ഇരിക്ക്, നിങ്ങൾ ഇരിക്ക്. എന്തിനാടാ നീ ഈ കങ്കാരുവിന്റെ ഈ ഭാരം ഏറ്റി നിക്കണത്? ഇരിക്കണ ഇവിടെ വെക്കാത്. എവിടെ ഞാൻ ഇപ്പൊ ഇരിക്കണത്? എന്റെ ഭാസ്കരന്റെ വീട്ടിലാ ഞാൻ ഇരിക്കണം. ഇത്ര കാലായി ഇവിടെ വന്നിട്ട്. കാര്യങ്ങളിലേക്ക് കടക്കാലോ. സംഭവം ഞാനിപ്പോ അവിടുന്ന് ഒരു 6 മണിക്ക് പുറപ്പെട്ട ഒരാളാ. അവിടുന്ന് ബോട്ട് കയറി, അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച്. ബോട്ടിന്റെ കാര്യം പറയാനുണ്ടോ? അവിടെ മറ്റേ കാർത്തിയായനി ബോട്ട് ഉണ്ടല്ലോ, ഈ കാർത്തിയായനി ബോട്ട് അവിടെ ഏകദേശം ഒരു 6:15 വരണതാ. വിശ്വൻചേട്ടൻ മേടിച്ചിട്ട് പേര് മാറ്റിയല്ല. അപ്പൊ ഇപ്പൊ നിമോഷാണ്. അപ്പൊ ഇവ വാങ്ങിയോ? അത് വിശ്വൻചേട്ടൻ വാങ്ങിയത്. മന്മതാ. ഇപ്പൊ ഈ കാർത്തിയാനി ബോട്ട് നമ്മുടെ ഇവൻ വിശ്വൻ വാങ്ങിയത്രേ. വിശ്വൻ അറിയില്ലേ? പറയേ. അറിയില്ല. എടാ വിശ്വൻ എന്ന് പറഞ്ഞ വിശ്വൻ ചെറിയച്ഛന്റെ മകളുടെ കല്യാണം കഴിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ അല്ല തെറ്റില്ലോ ഗോപാലൻ. ഗോപാലന്റെ മകളെ കല്യാണം കഴിച്ച അല്ലടാ, എന്നെയും തെറ്റിക്കുകയാണല്ലോ. വിശ്വൻ ഉണ്ടല്ലോ, വിശ്വൻ എന്ന് പറയണത് ചെറിയച്ഛൻ, ഗോപാലൻ ചെറിയച്ഛന്റെ മകളെ കല്യാണം കഴിച്ച ആളാ. അപ്പൊ അവൻ വാങ്ങി ബോട്ട് പാവം വാങ്ങി. എന്തായാലും പാര് വാങ്ങിയിട്ട് എന്താ കാര്യം? നേരത്തിനെത്തണ്ടേ? അമ്മാവനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ കല്യാണ കാര്യം ഞാനങ്ങ് എത്തില്ലേ അമ്മാവൻ. അമ്മാവൻ വന്നു, കല്യാണം പറഞ്ഞു, ഞങ്ങള് സ്വീകരിച്ചു. ഞങ്ങള് ശനി ഞായർ 2 ദിവസം ഉണ്ടല്ലോ, ഞങ്ങളങ്ങ് എത്തും. അതൊന്നും നടക്കില്ല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ 2 ആളും അവിടെ ഉണ്ടാവണം. വെള്ളിയാഴ്ച മുതൽ ശനി ഞായറിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കണത് നീയാ. നീ തീരുമാനിക്കണത് ഭാസ്കരൻ തീരുമാനിക്കണ മാതിരി. അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അതൊക്കെ പോട്ടെ. അതെ, കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും വേണ്ട, മധുരടണ്ട. ഇവിടെ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്ന് കണ്ട അത് ഭാസ്കരനൊരു പ്രയാസം. ആവശ്യമില്ലാത്ത ഒരു വിഷയം ഇട്ട് കൊടുക്കരുത്, അതുമ്മേ പിടിച്ച് കേറൂന്ന്. എന്താ പറഞ്ഞേ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കായിരുന്നു. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ എടുത്തോ.
ഭാഗ്യം ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് ഞാൻ അങ്ങനെയൊന്നും ഈ പുറത്തുനിന്നുള്ള ഒരു തരം പലഹാരവും കഴിക്കാറില്ല.